മെയിനായിട്ട് പറയാന്ന് വെച്ചാൽ ഷംജിയൊക്കെ എറിയുന്ന ഏറ് വളരെ നോ ബോളുകളാണ്. അവിടെ അമ്പയർ ഉണ്ടെങ്കിൽ കളി അങ്ങനെ പോകില്ല. അത് നോക്കാനും പിടിക്കാനും ഒരാൾ വേണ്ടേ? ആ റഹീം ഉണ്ടെങ്കിൽ ഒരിക്കലും ഷംജിക്ക് എല്ലാം അത്ര വൈഡായിട്ട് ബോൾ എറിയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാറൂഖ് എന്നെ കാലുകൊണ്ട് പിടിക്കാൻ ശ്രമിച്ചു. എത്രമാത്രം റൺസാണ് മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തത്. വെറും ഒരു അബൂബക്കർ വിചാരിച്ചാൽ കളി ജയിക്കോ? അബൂബക്കർ മാത്രം കളിച്ചാൽ മതിയോ? ഒരു എബി ഉണ്ട്, അത്യാവശ്യം ഷിനൊക്കെ ഉണ്ട് എന്ന് വെച്ച് കളി ജയിക്കോ? ബാക്കിയുള്ള കണ്ണൻ നിസാറൊക്കെ എന്ത് കളിയാണ് കളിക്കുന്നത്? കളിയാണോ നിസാറിൻ്റെതൊക്കെ? ഒരുപാട് റിയാലുകൾ കയ്യിലുണ്ടെന്ന് വെച്ച് എത്രമാത്രം ബോളുകളാണ് അടിച്ചു തെറിപ്പിക്കുന്നത്. അനീതിയല്ലേ ഈ കാട്ടുന്നത്? ഇങ്ങനെയാണെങ്കിൽ UP സ്കൂളുകാർക്ക് എന്ത് വിലയാണ് ഉണ്ടാകുക ഭാവിയിൽ? ഈ ഡൊമസ്റ്റിക് പ്ലെയറായ അബ്ബാസും ആ ഉണ്ണികളൊക്കെ എന്തുമാത്രം നല്ല കളിയാണ് കളിക്കുന്നത്, നിങ്ങൾ കാണുന്നില്ലേ? പിന്നെ കൂടാതെ ഈ റേസ് പീസ് ടീം കാരണം ഷവർമ കൊത്തുന്നവനെയൊക്കെ വിളിച്ചു അല്ല, പക്ഷേ അതങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഷവർമ കൊത്തുന്നവനെയൊക്കെ വിളിച്ച് ഓപ്പണിംഗ് ഇറക്കിയാൽ എത്രമാത്രം റൺസാണ് നിങ്ങൾ പ്രതീക്ഷിക്കുക? അതൊക്കെ കിട്ടാവുന്നതൊക്കെ ധാരാളമാണ്. ഷവർമ കൊത്തുന്നവനൊക്കെ ബാറ്റ് പിടിക്കാൻ അറിയാവൂ. അതുപോലെ അർഷാദ് കളിയാണോ അവൻ്റെ? ഇൻസൈഡൊക്കെ ചെയ്ത് മൊയിലാജിക്ക് വന്ന പോലെ